കൂട്ടുകാരെ, ഒരു ഒഴിഞ്ഞ തെരുവോരം യൂണിഫോം ഇട്ട 5-6 ആൺകുട്ടികളും പെൺകുട്ടികളും. ആൺകുട്ടികളോടൊപ്പം പെൺകുട്ടികളും സിഗരറ്റ് വലിക്കുന്നു. ചിലർ മദ്യം കഴിക്കുന്നു. മയക്കുമരുന്നിന്റെ പൈശാചിക ലഹരിയിൽ ചിലർ കുഴഞ്ഞ് നിലത്ത് വീഴുന്നു. ചിലർ ആൺകുട്ടികളുടെ തോളിൽ ചാരി വീണ് നിൽക്കുന്നു. ചിലർ മണ്ണിലൂടെ ഇഴയുന്നു. ചിലർ സമീപത്തുള്ള പാടത്തിലേക്ക് ഇറങ്ങി അവിടെയും ഇവിടെയും വീണ് കിടക്കുന്നു. അവരുടെ ഇടതെറ്റിയ കാലിൽ അവരുടെ പേരിനൊപ്പം അവരുടെ അച്ഛന്റെ പേരും നിലത്ത് വീണ് വിരൂപമാകുന്നു. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച പല വീഡിയോകളിലെ ദൃശ്യങ്ങളാണ് ഞാൻ മുകളിൽ വിവരിച്ചത്. കൂട്ടുകാരെ, മാർച്ച് 8 ലോക വനിതാ ദിനമാണ്. വനിതാ ദിനത്തിൽ സ്ത്രീ തത്വത്തിൽ മഹിമയും ഔന്നത്യവും ലോകം വാഴ്ത്തിപ്പാടും. സ്ത്രീ പുരുഷ സമത്വം എന്ന സംസ്കൃത സമൂഹത്തിന്റെ നിത്യലക്ഷ്യത്തിലേക്കുള്ള ദൂരമളക്കാൻ കോൺഗ്രസുകാർ ഉൾപ്പെടെ നിരവധി സംവിധാനങ്ങൾ തിരക്കുകൂട്ടും. ആദർശവതികളായി ത്യാഗോജ്വല ജീവിതം നയിച്ച ധീര വനിതകളെ, നല്ല അമ്മമാരെ മക്കൾ സ്നേഹം കൊണ്ട് പുതപ്പിക്കും. ജനകോടികൾക്ക് അക്ഷരവും അറിവും പകർന്ന് ജീവിതത്തിന്റെ ജ്ഞാനവിളക്കുകളായി തെളിഞ്ഞു വിളങ്ങുന്ന ആയിരക്കണക്കിന് ടീച്ചർമാരെ എണ്ണമറ്റ ശിഷ്യ സമൂഹം ഗുരുത്വത്തിന്റെ മാതൃഭാവം നുണഞ്ഞുകൊണ്ട് അനുസ്മരിക്കും. വിവിധ രാജ്യങ്ങളിലും മതങ്ങളിലും രാഷ്ട്രീയത്തിലുമെല്ലാം ധീരമായ നേതൃത്വം നൽകി കുടുംബത്തെയും സംഘടനയെയും സ്ഥാപനങ്ങളെയും എന്തിന് രാജ്യങ്ങളെ തന്നെയും വിജയകരമായി നയിച്ച് ലോകത്തെ ഇന്നും അതിശയിപ്പിക്കുന്ന ധീര വനിത രത്നങ്ങളെ ആദരവോടെ നാം പ്രശംസിക്കും. സ്ത്രീ അമ്മയാണ്, ദേവിയാണ്, പത്നിയാണ്, പെങ്ങളാണ്, മക്കളാണ് എന്നെല്ലാം, സ്നേഹമാണ്, ത്യാഗമാണ്, സേവനമാണ് എന്നെല്ലാം നാട് മുഴുവൻ നാൽക്കവലകളിൽ നിരവധി പേർ പ്രസംഗിക്കും. ഇതെല്ലാം ചെയ്യേണ്ടതാണ്. നമ്മുടെ അമ്മയും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ആദരിക്കപ്പെടണം. പുരുഷനും സ്ത്രീയും ദൈവത്തിന്റെ മഹനീയ സൃഷ്ടികളാണെന്ന നിലയിൽ സമത്വവും തുല്യനീതിയും പങ്കിടണം. ഈ ലക്ഷ്യങ്ങളും ആദർശങ്ങളും ആദരിക്കപ്പെടുമ്പോഴും തുടക്കത്തിൽ ജെൻസി തലമുറയിൽ നിന്ന് മുഴങ്ങുന്ന അപായമണി മുഴക്കങ്ങൾ ആർക്ക് വേണ്ടിയാണ് എന്ന് നാം ഉള്ളുണർന്ന് വിചിന്തനം ചെയ്യണം. പുതിയ തലമുറയിൽ വലിയൊരിളവ് പെൺകുട്ടികൾ പെൺമയുടെ കൂലിനിയതും മഹത്വവും അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിത മൂല്യങ്ങൾ സ്വായത്തമാക്കുന്നവരാണ്. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ദേവസമം ആദരിക്കുന്ന പെൺമക്കൾ ഏറെയുണ്ട്. എന്നാൽ മദ്യത്തിനും മയക്കമരുന്നിനും അടിമകളാകാൻ ക്യൂ നിൽക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം ഭീതി പരത്തുന്നുണ്ട്. അവർക്ക് എന്താണ് പറ്റുന്നത്? പുരുഷന്മാരുടെ വസ്ത്രം ധരിച്ചാലോ, പുകവലിയും മദ്യപാനവും തുടങ്ങിയാലോ പുരുഷന്മാരാകാനാണോ സ്ത്രീ പുരുഷത്വം നേടാനോ കഴിയില്ല എന്നാർക്കാണ് അറിയാത്തത്? കൂട്ടുകാരെ, ദൈവം ഭൂമിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് സ്ത്രീത്വം. സ്ത്രീത്വത്തിൽ മാതൃത്വമുണ്ട്. അതിന്റെ വാത്സല്യവും ലാളനയും കരുതലും കാരുണ്യവുമുണ്ട്. സ്ത്രീ തന്റെ നിലയാൽ പെൺകുട്ടി പുകവലി മദ്യപാനവും തുടങ്ങിയാൽ ആ പരിചയരുടെ പീഡിത ശംഖകളിലും കുരുങ്ങി വീണാൽ സമത്വമോ സ്വാതന്ത്ര്യമോ ലഭിക്കില്ല എന്ന് മാത്രമല്ല, എന്നെന്നും അപമാനത്തിന് കാരണമാവുകയും ചെയ്യും. അതിനാൽ പ്രിയ പൂങ്കുലികളെ, സൃഷ്ടാവായ ദൈവപിതാവ് നിങ്ങൾക്ക് നൽകിയ സ്ത്രീ ധൈര്യതയുടെ മാതൃത്വത്തിൽ മാനവികതയുടെ എല്ലാ നന്മകൾക്കും ഈണമിടുക, ജീവിതം കൊണ്ട് ആലപിക്കുക. അങ്ങനെ സൃഷ്ടാവിന്റെ നിയോഗം നിറവേറ്റുക. കാരണം സ്ത്രീ പുരുഷ സമത്വത്തിലാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ആ വാഴ്വ് വാഴ്ത്തപ്പെടട്ടെ.